എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ 5 എസ്എ ടോപ്പിക്കുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് എസ്എ ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാണ്. ഇത് മാത്രം പഠിച്ചു പോകരുത് നിങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ടോപ്പിക്സും കവർ ചെയ്യുക. നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എസ്എ ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോമൺ പോയിന്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഒക്കെ ഒരുപാട് ചോദിക്കുന്നതാണ് BIS എക്സാമിന്. അപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് 5 എസ്എ ടോപ്പിക്സ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ദി ഫേസസ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ. ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫേസസ് കഴിഞ്ഞ 3 വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും കഴിഞ്ഞ 3 വർഷവും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അത് എസ്എ ആയിട്ട് തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ അത് ഷോർട്ട് എസ്എ 5 മാർക്കിനായിരിക്കാം. എന്നാലും ERPയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാം. ഓക്കെ, ആരും ഇത് വിട്ടുകളയണ്ട. ERPയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫേസസ് അല്ലെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേജ്. ആദ്യം നമുക്ക് ERP എന്താണെന്ന് നോക്കാം. ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERPയുടെ ആ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുക, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP ഈസ് എ കോംപ്ലക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റം. അതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ദാറ്റ് ഓട്ടോമേറ്റ്സ് അല്ലെങ്കിൽ ദാറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ദ ബേസിക് പ്രോസസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ബേസിക് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തെയാണ് നമ്മൾ ERP അഥവാ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ERPയുടെ മീനിങ് എന്തായാലും ആവശ്യമായിട്ട് വരും. ERPയുടെ ഫുൾ ഫോം ആദ്യം പഠിക്കുക, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതാണ് ERP. അതൊരു കോംപ്ലക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ ഓർക്കണം, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഓട്ടോമേറ്റ്സ് ബേസിക് പ്രോസസ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ ബേസിക് പ്രോസസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫേസസ് ഇത് ഓർഡറിൽ തന്നെ എഴുതണം. 11 സ്റ്റേജ് ആണുള്ളത്. പ്രോജക്റ്റ് പ്ലാനിങ്, പ്രീ എവാലുവേഷൻ സ്ക്രീനിങ്, പാക്കേജ് ഇവാലുവേഷൻ, ഗ്യാപ്പ് അനാലിസിസ്, BPR അഥവാ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഇൻസ്റ്റലേഷൻ ആൻഡ് കൺഫിഗറേഷൻ, പ്രോജക്റ്റ് ടീം ട്രെയിനിങ്, സിസ്റ്റം ടെസ്റ്റിംഗ്, ഗോ ലൈവ് ആൻഡ് സപ്പോർട്ട്, എൻഡ് യൂസർ ട്രെയിനിങ് ആൻഡ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇതാണ് ERPയുടെ സ്റ്റേജസ് അഥവാ പ്രോസസ് അഥവാ സ്റ്റെപ്പ് അഥവാ ഫേസസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു റിപ്പീറ്റഡ് എസ്സേ പഠിച്ചെടുത്തു. എന്താണ് ERP എന്നും അതിൻ്റെ ഫേസസ്. ERP ഒരു ബിസിനസ് സ്ഥാപനം ERP നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സ്റ്റേജസും. ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. അതൊരു കോംപ്ലക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നു? ബേസിക് പ്രോസസ് ഓഫ് ബിസിനസ് ഓട്ടോമേറ്റ്സ് ചെയ്യുന്നു. രണ്ടാമത്തെ എസ്സേ ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MISൻ്റെ ടൈപ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് MIS? MIS എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് എയ്ഡ്സ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ്, ക്യാരിങ് ഔട്ട് ആൻഡ് കൺട്രോളിംഗ് ഡിസിഷൻ. ഒരു ബിസിനസ് സ്ഥാപനം ഡിസിഷൻ എടുക്കുമ്പോഴും ഡിസിഷൻ കൺട്രോൾ ചെയ്യുമ്പോഴും ക്യാരി ചെയ്യുമ്പോഴും ഒക്കെയുള്ള ഒരു മാനേജ്മെൻറ്റ് ടൂളിനെയാണ് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് മാനേജ്മെൻറ്റ് ടൂളിനെയാണ് MIS എന്ന് പറയുന്നത്. ഇപ്പോൾ MISൻ്റെ മീനിങ് ആവശ്യമാണ്. ദാറ്റ് എയ്ഡ്സ്, ഇറ്റ് ഈസ് എ സിസ്റ്റം, അതൊരു സിസ്റ്റമാണ്. ദാറ്റ് എയ്ഡ്സ് മാനേജ്മെൻറ്റിനെ എന്തിനൊക്കെ സഹായിക്കുന്നു? ഡിസിഷൻ മേക്ക് ചെയ്യാനും ക്യാരി ഔട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും. 6 തരത്തിലുള്ള MIS സിസ്റ്റമാണുള്ളത്. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. TPS, DSS, GDSS, EIS, ES, MRS. ആദ്യത്തേതാണ് TPS. It is a type of information system that collect, stores, modify and retrieve daily transaction of an organization. TPS എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് MISൻ്റെ ഒരു സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസേഷനിലെ ഡെയിലി ട്രാൻസാക്ഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അത് മോഡിഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, റിട്രൈവ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് TPS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ TPS എന്താണെന്ന് പഠിച്ചു. TPS ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് കളക്ട്, സ്റ്റോർസ്, മോഡിഫൈ ആൻഡ് റിട്രൈവ് ഡെയിലി ട്രാൻസാക്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതാണ് ഓർക്കേണ്ടത്.
ഒരു ഓർഗനൈസേഷനിലെ ഡെയിലി ട്രാൻസാക്ഷൻസ് കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും റിട്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് TPS എന്ന് പറയുന്നത്. Then DSS. It is a type of information system that provide information for making semi-structured and unstructured decision. ഒരു ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡുമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ DSS എന്ന് പറയുന്നത്. അടുത്തത് GDSS, ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം that facilitate a solution to problem by set of decision makers working together as group. ഒരു കൂട്ടം ഡിസിഷൻ മേക്കേഴ്സ് ഒരു ഗ്രൂപ്പായി ഇരുന്നു കൊണ്ട് ബിസിനസ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് GDSS അഥവാ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് EIS. It is a type of information system that facilitate and supports senior executive information and decision making. ഒരു സ്ഥാപനത്തിലെ മുതിർന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എടുക്കുന്ന ഡിസിഷനും അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷനും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് EIS. It is a type of information system that is designed to solve complex problems and provide decision making ability. ബിസിനസ്സിലെ കോംപ്ലക്സ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ES. MRS, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. It is a type of information system and it provide various reports to management for decision making. ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MRS. So, this is our second expected essay, which is explain the different types of management information system. Then, what is management information system? It is a system that aids management in making, carrying out and controlling decision. Then its types are transaction processing system, which is TPS, decision support system DSS, group decision support system GDSS, executive information system EIS, expert system ES, management reporting system MRS. ഇതൊക്കെ ഒരു കീവേഡ് വെച്ച് നമുക്ക് ഓർത്തു വെക്കാം. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെയിലി ട്രാൻസാക്ഷൻ, ഒരു ഓർഗനൈസേഷനിലെ ഡെയിലി ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം. GDSS എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡിസിഷൻ മേക്കേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് ബിസിനസ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നു. EIS എന്ന് പറഞ്ഞാൽ സീനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ. ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ബിസിനസ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നു. MRS എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. ദെൻ നമ്മുടെ തേർഡ് എസ്സേ ആണ് എക്സ്പ്ലെയിൻ ദി കോമ്പോണൻസ് ഓഫ് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് കൊടുക്കാൻ. DBMS എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് DBMS. ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ DBMS എന്ന് പറയുന്നത്. വേണമെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് എഴുതാം. നമ്പർ ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്? MySQL, Oracle, IBM DB2, PostgreSQL, Microsoft SQL Server. ഇനി കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഡാറ്റാബേസ് ഫയൽസ്, യൂസേഴ്സ്, ഹോസ്റ്റ് ലാംഗ്വേജ് ഇന്റർഫേസ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ് സിസ്റ്റം, ഡാറ്റ ഡിക്ഷണറി, ഓൺലൈൻ ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ടെർമിനൽസ്, ഔട്ട്പുട്ട് സിസ്റ്റം, ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്, ഡാറ്റാബേസ് സ്കീമ. നാലാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ICTയുടെ റോൾ എന്താണെന്ന്. ICT means combination of informatic technology with other related technologies, especially with communication technology. അതിൻ്റെ റോളാണ് ഗ്ലോബൽ റീച്ച്, പ്രൊഡക്ടിവിറ്റി, കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ്, മോണിറ്ററിംഗ്, ഇ-കൊമേഴ്സ്, ടെലികോൺഫറൻസിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഇമേജ് സ്കാനിംഗ്, മാർക്കറ്റ് റിസർച്ച്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഓൺലൈൻ ബാങ്കിംഗ്, ഇലക്ട്രോണിക് പേയ്മെന്റ്, ഇ-ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദീസ് ആർ ദ റോൾ ഓഫ് ICT ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ICTയുടെ റോളാണ്. ടെക്സ്റ്റിലുള്ളതിനേക്കാൾ കുറച്ചധികം പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. പോയിന്റിന് എക്സ്പ്ലനേഷൻ വേണോ എന്ന് ചോദിക്കുന്ന കമൻസിന് ഇനി ഞാൻ റിപ്ലൈ ചെയ്യില്ല.
എസ് എ ആയിട്ട് പോയിന്റ്സ് തരുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻസ് ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ ആണോ മക്കളെ? അതെന്തായാലും എക്സ്പ്ലനേഷൻ ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എന്തായാലും പോയിന്റ്സിന് എക്സ്പ്ലനേഷൻ വേണം, എങ്കിലേ പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു എസ് എ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ഇപ്പോൾ 10-12 പോയിന്റ് എഴുതിയാലും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ 3-4 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 5 മാർക്കേ കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു തോന്നിയതുപോലെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ ചിലപ്പോൾ 10 കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എസ് എ ടോപ്പിക്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ പരീക്ഷയൊക്കെ ഇന്നത്തോടെ തീരും. എന്നാലും നിങ്ങൾക്ക് 6th സെമ്മിന് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു 4-5 വീഡിയോയിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും, വീഡിയോസ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ജൂനിയേഴ്സിന് 3rd സെമസ്റ്റർ എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു കാര്യങ്ങൾ പറയുന്നതോടൊപ്പം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യുക അവർക്ക്. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ നമ്മുടെ ജുറാസിൻ്റെ ചാനൽസ്, ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും നോട്ട്സും അതേപോലെ തന്നെ വീഡിയോസും എല്ലാം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്